ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വഫർ റോൾസ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് വാനില ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വഫർ റോൾസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. അത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു 12-14 വഫർ റോൾസ് ഉണ്ടാക്കാനുള്ള അളവാണ് ടൈം പറയുന്നത്. ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ലൈറ്റ് കൊക്കോ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കുറച്ച് ഡാർക്ക് കൊക്കോ പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിച്ചിട്ടുള്ള പഞ്ചസാര 1/2 കപ്പാണ് ഈ ഒരു അളവിലേക്ക് ഞാൻ ചേർക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലൂസാക്കി എടുക്കണം. നമ്മളൊരു ദോശമാവിൻ്റെ ആ ബാറ്ററിൻ്റെ രീതിയിൽ നമുക്കിത് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത്, 1/2 കപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് മതിയാവുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളത് ലൂസാക്കി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലൂസാക്കി നോക്കിയിട്ട് ദോശമാവിൻ്റെ ആ ഒരു ലൂസിൽ നമുക്ക് കിട്ടണം. ആ രീതിയിലാകുമ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കൽ നിർത്തി വെക്കാം. അപ്പോൾ എത്രയാണ് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം അറിയാമല്ലോ. ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക. പാന് ഞാൻ സ്റ്റൗവിലല്ലാട്ടോ വെച്ചിട്ടുള്ളത്, ചൂടാവാത്തൊരു പാൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. എത്രത്തോളം കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വഫർ റോൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ടി കുറച്ചിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെക്കുക. സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കുക. ഒരു ഭാഗം ഇങ്ങനെ ഒട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. നമുക്കിങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് നോക്കുക. അങ്ങനെ മറിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പരുവാണ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒരു ഭാഗമായി കിട്ടും. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കൂടെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഉടനെ തന്നെ നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത്. ഈ ചൂടോടെ കൂടെ തന്നെ റോൾ ചെയ്തിടുക. ഇത്രയും മതി, ഒരു 10 സെക്കൻഡൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു ഇതിലേക്ക് മാറ്റിയിട്ട് ഒരു സ്ട്രോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ റോൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചൂടോട് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക. അപ്പം പാന് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ചൂടില്ലാത്ത പാനിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ചെറിയ ചൂടുണ്ടായാൽ ചിലപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പോകുന്ന ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുറ്റാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചുറ്റുമ്പോഴേക്ക് അത് കുക്കായി വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് നൈസായിട്ട് ചുറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് ചുറ്റാൻ പോകുന്ന സമയം ഇത് ഓഫാക്കിയിടുക. പിന്നെ അടുത്തത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തുടർന്ന് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടാത്ത രീതിയിലാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മെല്ലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. മറിച്ചിട്ടിട്ട് കൂടുതൽ സമയം വെക്കേണ്ട കേട്ടോ. ഒരു 10 സെക്കൻഡ് മാക്സിമം ഒരു 15 സെക്കൻഡ് വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ കേട്ടോ. ഇതിനൊരു പ്രൊസീജിയർ കൂടെ ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് വഫർ റോൾസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാവണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെയ്യുന്ന മെത്തേഡിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിട്ട് ഇരിക്കുക. അപ്പോൾ അത് ഞാൻ ചൂടോടെ കൂടെ തന്നെ ചുറ്റിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ സ്ട്രോ അതിൽ നിന്ന് വലിച്ച് ഊരിയെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ചെയ്തതിന് ശേഷം ഒരു ബേക്കിംഗ് മോൾഡ് ഞാനൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വഫർ റോൾസൊക്കെ
അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. എന്നാലേ കറക്റ്റ് ആ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്താൽ അത്ര ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് എല്ലാ ഭാഗവും ക്രിസ്പി ഇതുപോലെ ചെയ്തത് ചിലപ്പോൾ ചില ഭാഗം മാത്രം ക്രിസ്പി ആവും, എല്ലാ ഭാഗവും ക്രിസ്പി ആവില്ല. അപ്പോൾ നമ്മളൊന്ന് ബേക്ക് ചെയ്ത് അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റ് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതിലേക്ക് ഒന്ന് ബേക്ക് ചെയ്തിട്ട് ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ആയിട്ടുണ്ട്, അപ്പോൾ മറ്റേ ഭാഗത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും സെയിം ഒരു 5-6 മിനിറ്റ് ചെയ്തെടുക്കുക. നമുക്കിത് ക്രിസ്പി ആയിട്ടുണ്ടാകുന്ന ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ആ ചൂടോടുകൂടെ നല്ല ക്രിസ്പി ആയിട്ടില്ല കേട്ടോ ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് തണുത്ത ശേഷമാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വരിക. എന്നിട്ട് തണുത്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കറക്റ്റ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വഫർ റോൾസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ കിട്ടും ചെയ്യും. ഇത് കേക്ക് ഡെക്കറേഷൻ ആയാലും കുട്ടികൾക്ക് കഴിക്കാനായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ മറക്കരുത്. ഈ പാനിൽ ചുട്ടെടുത്താൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ട് വരില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്താൽ മതി, എന്നാൽ ഒലിച്ചിറങ്ങില്ല. അപ്പോൾ ദാ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു വഫർ റോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്ത അതേപോലെ തന്നെ നിങ്ങൾ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓവനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ആദ്യം ഒരു 5 മിനിറ്റ് ഒരു ഭാഗം ബേക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഒരു 5 മിനിറ്റ് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം ബേക്ക് ചെയ്തെടുക്കുക. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നമ്മളിത് ചൂടോടുകൂടെ ക്രിസ്പി ആവില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ചൂടോടുകൂടെ ഇത് ക്രിസ്പി ആയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, തണുത്തതിന് ശേഷം നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ഇത് എത്രത്തോളം കട്ടിയുണ്ടോ അത്രയും ടൈം നമുക്ക് ബേക്ക് ചെയ്യാനും ആവശ്യമായിട്ട് വരും. അപ്പോൾ കട്ടി കുറച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ക്രിസ്പി ആകുന്ന രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്